ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ. അഖിൽ NRDയുടെ വൈഫ് ലോബ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇതിൽ ഈ വീഡിയോയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളാണ് ഇതിൻ്റെ പ്രാധാന്യം. കമൻറ്റുകൾ മൊത്തം പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയി, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ അഖിൽ NRD. അഖിൽ NRD എന്ന് പറയുമ്പോൾ ഒരു മില്യന് മേലെയുള്ള സബ്സ്ക്രൈബേഴ്സുള്ള സപ്പോർട്ടേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്, ക്രിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ അങ്ങനെ ഒരു ഒളിച്ചോടിയതോ അല്ലെങ്കിൽ ഒരു മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒരാൾ ചാകാൻ കിടക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ പുതുതായിട്ട് ജനിച്ചിട്ട് വന്നോ അങ്ങനെ ഒരു വേർതിരിവോ ഇമോഷനോ ഇവിടെ വലിയ പ്രാധാന്യമില്ല. അത് മനസ്സിലാക്കണം. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അതായത് നമ്മളിപ്പോൾ സിനിമാ ഫീൽഡിലെടുത്തോ, സിനിമാ ഫീൽഡിൽ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഡിവോഴ്സ് ആകുന്നു, അവർ മാന്യമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഒളിച്ചോടി പോകുന്നു. ഇപ്പോൾ മഞ്ജു വാര്യറിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ദിലീപ് കാവ്യയായിട്ട് വേറെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ എല്ലാവരെയും വെറുത്തോ? എല്ലാവരും ദിലീപിനെ വെറുത്ത് അടിച്ചു പുറത്താക്കി? ഇല്ല, അങ്ങനെയല്ലല്ലോ. സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, രണ്ട് സൈഡ് പറയുന്ന ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഇവിടെ അഖിൽ NRDയുടെ വൈഫ് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആ വൈഫിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ആ ന്യായീകരണങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അഖിൽ NRDയെ വെറുക്കും. ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും അഖിൽ NRDയുടെ ഭാഗത്താണ്. എന്താണ്? അദ്ദേഹം പാവം, അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്, അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, അദ്ദേഹം സൈലൻ്റാണ്. ആയിക്കോട്ടെ, അദ്ദേഹം സൈലൻ്റ് ആകാം, അദ്ദേഹം ഇൻട്രോവേർട്ട് ആകാം, അദ്ദേഹം പാവമായിരിക്കും, അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമായിക്കൂടെ? ഇപ്പോൾ ഈ വൈഫ് എന്ന് പറയുന്ന ആൾ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ മനസ്സിലാവും, എന്താണെന്നുള്ള സത്യം പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വൈഫിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അവരുടെ ഒരു പുതിയ ജീവിതമായി പോയി. പക്ഷെ ആ തിരഞ്ഞെടുത്ത മാന്യമായി ഡിവോഴ്സ് വാങ്ങാതെ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി ചോറൊക്കെ കൊടുത്ത് നടത്തിയ പരിപാടിയില്ലേ, എന്നുപോലെ എല്ലാവരെയും അറിയിച്ചിട്ട് ഡിവോഴ്സ് ആകണമെന്നില്ല. എന്നാൽ കൂടെ ഒരു മിനിമം മര്യാദ എല്ലാവർക്കും ബാധകമാണ്. അതായത് ആ ഭർത്താവിനെയും അവൻ്റെ വീട്ടുകാരെയൊക്കെ അറിയിച്ച് വക്കീലിനൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെയല്ലേ? എല്ലാത്തിനും അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ചെയ്യേണ്ടത്. ഇവരിപ്പോൾ ആ പ്രോസസ്സൊക്കെ കട്ടാക്കിയിട്ട് ഡയറക്റ്റ് വേറൊരാളപ്പുറം പോയതിന് ശേഷം ഇനി പ്രോസസ്സുകൾ ഓരോന്നായി ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും ഞാൻ ഈ ഒരു റിയാക്ഷൻ തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മളിത് മോണിറ്റൈസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ആൾക്കാരൊന്നല്ല. ബട്ട് ഓരോ ടോപ്പിക്കിലും ഓരോ റിയാക്ഷനിലും നമ്മുടെ ഒരു ഭാഗം അല്ലെങ്കിൽ മൈ പോയിൻ്റ് ഓഫ് വ്യൂ പറയുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇതിലൊന്നും നത്തിങ് ടു ബി പേഴ്സണൽ. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നനാണ്. ഇവിടെ ഞാൻ മറ്റൊരാളെ നോക്കിയിട്ട് അവൻ നഗ്നനാണ്, അല്ലെങ്കിൽ അവൻ എന്നെ നോക്കിയിട്ട് ഞാൻ നഗ്നനാണെന്നുള്ളൊരു ടോപ്പിക് ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയുടെ താഴെ ഉള്ള കമൻറ്റുകൾ മൊത്തം എന്താ പറയുന്നത് അറിയോ? ഏറ്റവും പ്രസക്തമായൊരു കമൻറ്റ് പറയാം. അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടിയ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഷാജി പാപ്പൻ്റെ ഭാര്യ മേരി ഡ്രൈവർ തങ്കപ്പൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഓർമ്മ വന്നത്. അതൊക്കെ അടുത്ത സുഹൃത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിഷമഘട്ടം വന്നപ്പോൾ അതും എടുത്ത് കണ്ടൻ്റാക്കി. യഥാർത്ഥ സുഹൃത്താണ് സായി. സ്വന്തം വീട്ടിൽ ഒരാൾ പോയാലും ഇതുപോലെ കണ്ടൻ്റാക്കി ഇടണം കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഇൻഫ്ലുവൻസർ, യൂട്യൂബർ അല്ലെങ്കിൽ സോക്കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആരുടെയും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും, കേൾക്കാൻ താല്പര്യമുണ്ടാകും. അപ്പോൾ അതിലൊരു സെല്ലിംഗ് പോയിന്റ് കാണുന്നത്, അതിൽ സായിയെ അധിക്ഷേപിക്കാനോ പറയാനോ ആർക്കും അവകാശമില്ല. കാരണം അങ്ങനെ അത്രയും മാന്യന്മാർ, നിങ്ങൾക്കിത് നിങ്ങൾ കേൾക്കാണ്ട് പോകും, അയ്യോ ഇവിടുന്ന് സായി കൃഷ്ണ പറയാൻ പോകുന്നത് അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സായി കൃഷ്ണ പറയുന്നതാണ് തെറ്റ്. അവർ ഒളിച്ചോടിയതിലോ അല്ലെങ്കിൽ അത് അംഗീകരിച്ച ഭർത്താവിലോ അല്ല. അയാൾ തന്നെ പറഞ്ഞിട്ട് പോലും പോകാനുള്ളവർ പോയി, അതിലൊന്നൊരു വിഷയമല്ല എന്ന് ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനായാലും ആ ടോപ്പിക് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. സായി എങ്ങനെയാണത് അവതരിപ്പിച്ച് തുടങ്ങുന്നത് നോക്കാം, അവൻ കറക്റ്റ് മനസ്സിലാവും. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണേൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീൻ നിങ്ങൾ
എല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിലെല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ലാതെ, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവൾ. അപ്പോൾ കല്യാണമായപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവരാരും അഖിലെന്നാട്ടി എസ്പെഷ്യലി ബാക്കി കണ്ടന്റുകൾ ചെയ്യുന്നതല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ആൻഡ് അവരുടെ വീഡിയോസ് രണ്ടുപേരുടെയും കോംബോ വീഡിയോസ് ഒരുപാട്, അതായത് അഖിലിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വൈഫും കൂടി വന്നതിന് ശേഷം കുറച്ചധികം വീഡിയോസ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മുതൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ സീംസ് ടു ബി എ വെരി പെർഫെക്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. സീംസ് ടു ബി എ പെർഫെക്റ്റ് കപ്പിൾ, അങ്ങനെ ഒരു സാധനമില്ല സായി ബ്രോ, ഏജന്റ് ബ്രോ. സീംസ് ടു ബി എ പെർഫെക്റ്റ് കപ്പിൾ, അതാണ് ഏറ്റവും വലിയ തെറ്റ് ഈ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന. റീൽസ് ലൈഫും റിയൽ ലൈഫും ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഖിൽ NRDയുടെ വൈഫിൻ്റെ ഈ ഒരു കേസ്. നമ്മൾ റീൽസിൽ കാണുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇതിന് യാതെങ്കിലും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ സോ കോൾഡ് വ്യൂവേഴ്സ് ആണ് മണ്ടന്മാർ. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ സോ കോൾഡ് നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ കണ്ടതെന്ന്. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ തെറ്റാണ്. അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ വൈഫിനും അവരും മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് ഒരു കമൻറ്റ് പറയുന്നത് തന്നെ നോൺസെൻസ് ആണ്, ടു ബി ഓണസ്റ്റ് വിത്ത് യു, തെറ്റാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാം, ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ സീംസ് ടു ബി എ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞല്ലോ, അത് മഹാ തെറ്റാണ്. എന്നാലും നിങ്ങൾ പറ. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ വെച്ചാൽ അഖിൽ ആരും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ള എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അവനെ കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുക. അവിടെ തെറ്റി സീക്രട്ട് ഏജന്റ് ബ്രോ, തെറ്റി. കാരണം എന്താ അറിയോ, നിങ്ങളെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലുള്ള നോക്ക്, സ്വന്തം വീട്ടിൽ ഒരാൾ പോയാലും ഇതുപോലെ കണ്ടന്റ് ആക്കിയിടണം കേട്ടോ നല്ല സുഹൃത്ത്. നിങ്ങളെ ലിറ്ററലി ചീത്ത വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം, അടുത്ത സുഹൃത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിഷമഘട്ടം വന്നപ്പോൾ അതും എടുത്ത് കണ്ടന്റ് ആക്കി. സൂപ്പർ, യഥാർത്ഥ സുഹൃത്ത്. നീലക്കുയിൽ നോ, അരിയണ്ണൻ 2 ആഴ്ച തിന്നാനുള്ള കണ്ടന്റ് ആയി അരിയണ്ണന്. സോ ഇറ്റ്സ് എ നോർമൽ. നിങ്ങളെ പരിഹസിക്കുന്ന കമൻസ് ആണ് ഒരുപാട്. പക്ഷേ അതിൽ പറയുന്നു, ഞാനും അഖിലും NRDയും വർഷങ്ങളായുള്ള ഫ്രണ്ട്സാണ്. അവൻ്റെ കല്യാണമൊക്കെ എന്നെ വിളിച്ചു, ഞാൻ കല്യാണത്തിന് പോയി. ഇന്ന് സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അവൻ പറഞ്ഞു പോയത് പോയി, ശേഷം നീ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കാറിലിരുന്ന് അയാളുടെ ഫോട്ടോയും വെച്ചൊരു വീഡിയോ അങ്ങ് ചെയ്തു. ഇജാതി ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടാൻ പുണ്യം ചെയ്യണം. അപ്പോൾ ലിറ്ററലി പീപ്പിൾ ആർ മോക്കിങ് യു, ദേ ആർ റിഡിക്കുലിങ് യു ദാറ്റ് നിങ്ങളൊരു എത്തിക്സ് ഇല്ല, നിങ്ങൾക്ക് എത്തിക്സ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളീ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇത് ചെയ്യാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ യു ആർ സെല്ലിങ് ദ ന്യൂസ് ഓഫ് അഖിൽ NRD's വൈഫ് ഇലോപ്മെൻറ്റ്. മറ്റൊരാളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയതിനെ നിങ്ങൾ വിൽക്കുകയാണ്. മനോഹരമായിട്ട് നല്ല രീതിയിൽ സിമ്പതിയിൽ പൊതിഞ്ഞുകൊണ്ട് നല്ല സ്പ്രേയൊക്കെ അടിച്ച്, മണമുള്ള സ്പ്രേയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അഖിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ്റെ വൈഫ് അവളുടെ ഇഷ്ടത്തിന് പോയതാണ്. അവൻ എന്നോട് പറഞ്ഞു പോയത് പോയി. ഏത് നിങ്ങളോട് പറഞ്ഞോ വീഡിയോ ചെയ്തിട്ട് അവനെ വിളിപ്പിക്കാനോ അവളെ വിളിപ്പിക്കാനോ? നോ. നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, യു ഹാവ് ദ ഫുൾ റൈറ്റ് ടു ഡു ദ വീഡിയോ. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾ അവരൊരു പെർഫെക്റ്റ് കപ്പിളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു, വളരെ പെർഫെക്റ്റ് കപ്പിളായിരുന്നു. അപ്പോൾ പോയത് പോയി, ഓക്കെ. അപ്പോൾ സിമ്പതി, ഈ പറഞ്ഞ പോലെ ഉപദേശവും ഊനാലാട്ടലും ഒരുമിച്ചാണ് നമ്മുടെ അരിയണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ കേൾക്കാം, സംഭവമാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്.
കേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കണ്ടത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. അതിൽ ആരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട്, അതായത് ഏറ്റവും വലിയ വഞ്ചനയാണ് അവിഹിതം എന്ന കഴപ്പ് പിടിച്ച പരിപാടി. വഞ്ചിക്കപ്പെട്ടവൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒറ്റ നിമിഷം ചിന്തിച്ചു കാണും. എൻ്റെ കഴിവുകേട് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ, നാണക്കേട് വേറെ, ഹാർട്ട് ബ്രേക്ക് വേറെ. തൻ്റെ കൂടെ ലൈഫ് പങ്കിട്ട ആൾ മറ്റൊരാൾക്കൊപ്പം അതേസമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന മൈരു മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനമാണോ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കണ്ടത്. കണ്ട സമയത്തും എനിക്കിത് ആരെ കുറിച്ചാ എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ കമന്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഇന്ന വ്യക്തിയാന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ ഇട്ട സാധനങ്ങളാണ് ആകുന്നതുകൊണ്ട് കമന്റ് ബോക്സിൽ പോയപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് അഖിൽ NRD എന്ന് മനസ്സിലാവുന്നു ഇന്നലെ തന്നെ. പിന്നെ ലേറ്റർ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ലോഡ് വോയിസുകൾ, അത് ഈ അഖിൽ NRDന്റെ വീടിന് അടുത്ത് നിന്നുള്ള പയ്യന്മാരാന്നൊക്കെ പറഞ്ഞ കുറേ വോയിസുകളാണ് എനിക്ക് കിട്ടിയത്. ആ വോയിസും ഞാനിവിടെ പ്ലേ ചെയ്തില്ല. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിൽ തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും. എനിക്ക് തോന്നുന്നു സായി ബ്രോ കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണം. നിങ്ങൾ പറയുന്നത് പോലെ ആൾക്കാർക്കത് ഹാപ്പിനെസ്സിൻ്റെ അല്ല. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ 2026 എസ്പെഷ്യലി ഈ ഒരു ജെൻസിയുടെ ഇടയിൽ അല്ലെങ്കിൽ പിന്നെ 90കളിൽ കല്യാണം കഴിച്ച ആൾക്കാരുടെ ഇടയിൽ പോലും ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആകുക അല്ലെങ്കിൽ ഒരാളുടെ വൈഫ് ഒരു ഒളിച്ചോടി പോകുക എന്നുള്ളതൊക്കെ വലിയ ആകാശം പടരുന്ന കാര്യമൊന്നുമല്ല. നമ്മളെ ലൈഫിൽ വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാവും, ഇല്ലാന്നല്ല. ഇപ്പോൾ അഖിൽ ബ്രോക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയൊന്നും ആ വാർത്തയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് പരക്കെ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയച്ചു വീഡിയോ ചെയ്യാൻ. അതൊക്കെ ശുദ്ധ അസംബന്ധം. കാരണം ഇത് പിന്നെ ആൾക്കാർ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചെയ്യാൻ ഇവിടെ ഒരു കളവ് നടന്നതോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നതോ അല്ലെങ്കിൽ ഒരു ഭൂമി ഉലുക്കം നടന്നതിൻ്റെ ഒരു പ്രോസസ്സോ വഴികളോ കഥയൊന്നുമല്ല. ഒരാളുടെ ഭാര്യ അയാൾക്ക് വേറെന്തോ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഒളിച്ചോടിപ്പോയി, അത്രയേ ഉള്ളൂ. അതിന് ഈ ഡെക്കറേഷൻ കൊടുത്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ സംസാരം പകുതിയാവുന്നതിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ കേട്ടിട്ട് കാര്യമില്ല. എന്നാലും കുറച്ചും കൂടി കേട്ട് നോക്കാം. ഇവരൊക്കെ പബ്ലിക്കിലുള്ള സെലിബ്രിറ്റി ഫേസുള്ള മുഖങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മുഖങ്ങളാണ്. അതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്ചുവറായിട്ട് ഇവർ കമന്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ള ഈ വിഷയങ്ങൾ. അത് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു അഖിൽ NRD എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി അറിയുന്ന അഖിൽ NRDയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൻ എന്തെന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഇൻസെക്യൂരിറ്റി ഉള്ള വലിയൊരു ക്രൗഡിലേക്ക് വരാൻ കുറച്ച് മടിയുള്ള, ഇതിനിടയ്ക്ക് പറയുന്നത് ശരിയോ എന്നറിയില്ല. ഇതേപോലെ തന്നെയായിരുന്നു ഇദ്ദേഹം വന്നിട്ട് തൊപ്പിനെ പറ്റിയിട്ടും പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അറിയുന്ന തൊപ്പി എന്ന് പറഞ്ഞാൽ, നിഹാദ് എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാത്ത, കട്ടുറുമ്പിനെ പോലും മെല്ലെ എടുത്ത് അപ്പുറത്തേക്ക് വെക്കുന്ന ഒരു പാവ മനുഷ്യസ്നേഹിയായ യുവാവെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. തൊപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് വെളുപ്പിച്ചെടുത്ത് നാട്ടുകാരും ഗവൺമെൻറ്റും എഗേച്ചാന്ന് കണ്ടപ്പോൾ ഇവൻ തൊപ്പിനെ ഊക്കി. തൊപ്പി ഒരു ഫ്രോഡാന്നുള്ള രീതിയിലായി എന്ന് പറഞ്ഞ പോലെയാണ് ഇവന് ഈ പറഞ്ഞല്ലോ ഈ സാധനം വിൽക്കുന്നതിൻ്റെ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണിത്. അതായത് വളരെ മനുഷ്യസ്നേഹിയും വളരെ നിർഗുണനും പിന്നെ സൽഗുണ സമ്പന്നനുമായ അഖിലിൻ്റെ ഭാര്യയെ പോയതിൽ അഖിലിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് ഞാനിവിടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ എന്ന് പറയാണ്. അങ്ങനെയൊന്നും വേണ്ട. ശരിക്കും ഇതിൻ്റെ രണ്ട് ഭാഗം കേട്ടാലേ അറിയൂ. ആ വൈഫ് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ഇവൻ്റെ ഈ അഖിൽ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ മുഖം ആൾക്കാർക്ക് അറിയൂ. ചിലപ്പോൾ നല്ല ആളായിരിക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഇയാൾ പെയിൻ്റ് അടി കുറച്ച് കൂടുതലാണ്, വൈറ്റ് വാഷിങ്. എന്തൊക്കെ ഒരു ക്യാരക്ടറാണ് എനിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടർ. അവൻ അത്ര ലൗഡ് അല്ല, അതുകൊണ്ട് സട്ടിലാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മേ ബി നമ്മൾ എന്താ പറയാ നമ്മളെ പോലെ വന്ന് എക്സ്പ്രസീവ് ആവണമെന്നില്ല. അതുകൊണ്ട് വന്നങ്ങോട്ട് പൊട്ടിത്തെറിക്കണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേണ്ട, ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവര് ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരോട് സംസാരിച്ച സമയത്ത് ഈസ് ഓക്കെ, ബട്ട് ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യനുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെ എടുത്ത് പുറത്തിടും. CCTV ഫുട്ടേജ് ഈ പറഞ്ഞ പോലെ അവള് പോയി, അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഡ്രസ് കൊടുത്തിട്ട് പോയിട്ട് വണ്ടി കയറുന്ന അഖിൽ NRDയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ
സംസാരിച്ചതുള്ള കമന്റ് ബോക്സിൽ വരുന്നു. കമന്റ് ബോക്സിലെ കമന്റുകൾ ലൈക്ക് എന്താ പറയാ, വേറെ ആളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഹരമാണ് തോന്നുന്നു. കുറെ അധികം കമന്റുകൾ, അതായത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ആ കമന്റുകൾ വെക്കുന്നില്ല. ഓക്കെ, ഞാൻ എടുത്തിവിടെ ചെയ്യാൻ വെച്ചപ്പോൾ വെച്ചു, പക്ഷെ ഞാൻ വെക്കുന്നില്ല. ഡേ ഒരു മയത്തിലൊക്കെ നിങ്ങൾക്ക് ആദ്യം എത്തിക്സ് ഉണ്ടാവും. നിങ്ങൾ ഡയറക്റ്റ് ആ സുഹൃത്തിൻ്റെ വിഷമത്തിലുള്ള വീഡിയോ തന്നെ എടുത്ത് ചെയ്യാണ്. പിന്നെ കമൻ്റ് ഇടുന്നവർക്ക് പ്രോബ്ലം. കമൻ്റ് ഇടുന്നവർ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ല, അമ്മയെ തല്ലിയാൽ പോലും 2 ഭാഗം പറയാൻ ആൾക്കാരുണ്ടാവുന്ന നാടാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് കൊണ്ടാണല്ലോ നിങ്ങളെ വീഡിയോയുടെ അടിയിൽ കമൻസ് വരുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ ആ ടോപ്പിക്ക് പറഞ്ഞത് കൊണ്ടാണല്ലോ അതിൻ്റെ താഴെ കമൻസ് വരുന്നത്. നിങ്ങൾ വീഡിയോ ഇടും, പിന്നെ ആർക്കും കമൻസ് ഇടാൻ പാടില്ല. ഇത് നമ്മളെ പേളിമാണി പറഞ്ഞ പോലത്തെ ഒരു കേസാണ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ പോലെ കമൻസ് ഇടുന്ന ആൾ കമൻസ് ഇടും. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ അടിയിൽ ആൾക്കാർ ഒരു തെറി വിളിക്കും അല്ലെങ്കിൽ കമൻസ് ഇടും. അത് കാണുന്ന ആൾ അവരുടെ പേഴ്സ്പെക്റ്റീവ് അവിടെ പറയുന്നതാണ്. അത് ഉൾക്കൊള്ളാൻ കൂടി തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് വീഡിയോ ചെയ്യേണ്ടത്. അല്ലാതെ നിലവിളി ശബ്ദമിട്ടിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു ഞാനായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നില്ല. അതിൽ അഖിലിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സൈഡുണ്ട്, അതിൽ പറയുന്ന വൾഗാരിറ്റിയുടെ ലെവലുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്തവൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കമന്റ് ഇടും. ഒരാളുടെ ലൈഫിൽ എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കില്ല. അതെ, നിങ്ങൾ വീഡിയോ എടുത്ത് എങ്ങനെയാണ്? വെരി ഹാപ്പി കപ്പിൾ. ഇവൻ അഖിലാണെങ്കിലും പല ഇന്റർവ്യൂസിലും പല സിറ്റുവേഷൻസിലും വൈഫിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, വൈഫ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന സീംസ് ടു ബി എ ഹാപ്പി കപ്പിൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. ഇറ്റ് ലുക്സ് ലൈക്ക് ഫോർ മീ ഫോർ സീക്രട്ട് ഏജന്റ് ഓർ ഫോർ സായി, ഐ തിങ്ക് ഇറ്റ് സീം ടു ബി എ ഹാപ്പി കപ്പിൾ അങ്ങനെ പറയണം. അല്ലാതെ അവർ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. നിങ്ങൾ സന്തോഷത്തിൻ്റെ മീറ്റർ എന്ത് വെച്ചിട്ടാണ് അളക്കുന്നത്? അവർ ചിരിക്കുന്നതുകൊണ്ടോ? അവർ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടോ? അല്ലെങ്കിൽ എല്ലാ സന്തോഷം, ഇതിൽ വേറൊരു സംഭവം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ അറിയോ? അവർ വളരെ സന്തോഷത്തിലായിരുന്നു, എല്ലാ സന്തോഷവും ഉണ്ടായിട്ടും അവളുടെ എന്തോ സൂക്കേട് കൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു ലൈറ്റായിട്ടുള്ള നൈസായിട്ടുള്ള അയാളെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് അവളെ മോശമാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ള? എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു പണി ഉണ്ടായില്ല. എവിടെ ഷഫീഖിനെ കണ്ടേ? അത് എന്റെ വീടടുത്താണ് വീട്. അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. അവർ അച്ഛനെ കണ്ടിട്ട്, അച്ഛനെ എനിക്കറിയാം. ഇതല്ല ഇപ്പൊ വെക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. പണ്ടാരോ പറഞ്ഞ പോലത്തെ കേസാണ്. അതൊന്നും അവിടെ പറയണ്ട. അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഒന്നും ഇടേണ്ട യാതൊരു ആവശ്യവും ഈ ഒരു വീഡിയോയിൽ പണ്ടൊപ്പോ എടുത്ത അയാളുടെ ഒരു ഇന്റർവ്യൂ ഇട്ടിട്ട് നിങ്ങളെപ്പാണ് പരിചയപ്പെട്ടത്, അതിനൊന്നും ഒരു പ്രസക്തിയെ വരുന്നില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിന് ഏറ്റവും മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു റിലേഷൻ ബന്ധത്തിൽ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു പോകുന്ന റിലേഷനോ നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് നമുക്ക് അത് ഡൈജസ്റ്റ് ആവും. എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അങ്ങനത്തെ ഒരു ടോക്സിസിറ്റി ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാളെ ഒന്നും അല്ലാതാക്കിയിട്ട് അയാളെ സൊസൈറ്റിയുടെ മുന്നിൽ സൊസൈറ്റിയിലെ കുറെ ആളുകൾ അയാളെ ബ്ലെയിം ചെയ്യുന്ന പോലെ നീ കഴിവിട്ടവനാണ്, നിനക്ക് പറ്റിയോ നിന്റെ കാര്യമായിട്ട്, അങ്ങനത്തെ ഒക്കെ കേൾക്കേണ്ടി വരും ഒരാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇതുപോലെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോകുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ നിയമപരമായിട്ട് ഡിവോഴ്സ് കൊടുത്തിട്ട് വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് തീർത്തിട്ട് പോയാൽ പോരെ. എന്തിനാണ് ഈ ഓടിപ്പോക്ക്? അങ്ങനെ ഓടിപ്പോകാൻ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ ബോംബ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ന്യായീകരിക്കാന്ന് വിചാരിക്കും. അഖിലിൻ്റെയൊക്കെ സിറ്റുവേഷനിൽ ലൈക്ക് ഒരു പക്ഷേ അയാളോട് എന്ത് പറയാണ്, എന്നോട് അത്ര സ്നേഹിച്ച ഒരാളല്ലേ, മേ ബി അവർക്ക് വേറെ സൈഡ് പറയാണ്ടെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് മാന്യമായി സംസാരിച്ച് എല്ലാവരോടും തീരുമാനമൊക്കെ ചോദിച്ച് മാന്യമായ രീതിയിൽ ഇറങ്ങിപ്പോയിക്കൂടായിരുന്നു. ഈ സമൂഹത്തിൻ്റെ മുൻപിൽ അഖിൽ ബ്രോയെ മുഖത്തടിച്ച പോലെ അയാളെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചത് അതാണ് പറയുന്നത്. അതിനുള്ള വ്യക്തമായ കാരണം ആ കുട്ടിയുടെ കയ്യിലുണ്ടാവും. അതായിരിക്കും ഇത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. ഈ അഖിൽ എന്ന് പറയുന്ന ബ്രോക്ക് മറ്റു പല ആൾക്കാരുമായി ബന്ധമുണ്ടെന്ന്.
അത് അവർ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ പറയുകയാണ് അവരുടെ ലൈഫ് വാസ് സോ കൂൾ, ദേ സീംസ് ടു ബി എ ഹാപ്പി കപ്പിൾ. അപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അഖിൽ ബ്രോ അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരുക്കി കൊടുത്തിട്ടും അവരുടെ ഇതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നതാണ് തെറ്റ്. ബിക്കോസ് യു ആർ ജഡ്ജിങ് ദാറ്റ് ലേഡി വിത്തൗട്ട്, നിങ്ങൾക്ക് അവരുടെ ലൈഫോ അവരുടെ കാര്യങ്ങളോ ഇൻറ്റൻഷനോ അവരുടെ ജീവിതമോ ഒന്നിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ലാതെ നിങ്ങൾ ആ ലേഡിയെ ജഡ്ജ് ചെയ്യുകയാണ്. പക്ഷെ അത് നിങ്ങൾ മാന്യമായ രീതിയിലാണ് പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഹേർട്ടാവില്ലെന്ന് മാത്രം. മനസ്സിലായി? നിങ്ങൾ പറയുന്നത് എല്ലാം ഓക്കെ ആയിരുന്നു, അഖിൽ ബ്രോ വളരെ നല്ലൊരാളായിരുന്നു, അവർ സീംസ് ടു ബി എ ഹാപ്പി കപ്പിൾ, ദേ ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഖിൽ ബ്രോ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അവളുടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി അയാളുടെ മുഖത്തടിച്ചിട്ട് എന്നുള്ളൊരു സംഭവമാണ് പഴയ ആൾക്കാരുടെ അല്ലെങ്കിൽ ചില നാട്ടിലുള്ള ചില പരദൂഷണം മാമന്മാരുടെ പരദൂഷണം മാത്രം പറഞ്ഞ ചില ടീമുകളുണ്ടല്ലോ, ഒരു കാര്യമില്ലാതെ ആൾക്കാരുടെ മോശം മാത്രം പറഞ്ഞു നടക്കുന്നത്. ആ ഒരു ലൈനിലാണ് നിങ്ങൾ ഇപ്പോൾ ആ ലേഡിയെ താറടിക്കാൻ നോക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, റീൽസ് ലൈഫ് അല്ല റിയൽ ലൈഫ്. ആ റിയാലിറ്റി എന്താണെന്നുള്ളത് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയൂ, ഇയാളുടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത്. അങ്ങനെ വ്യക്തമായൊരു കാരണം കൊണ്ടായിരിക്കുമല്ലോ അവർ പോയിട്ടുണ്ടാവും. ഇനി അവർ പോയി, ദാറ്റ്സ് ദെയർ ലൈഫ്. അതിൽ നിങ്ങൾക്ക് ഖേദം ഞാൻ നേരത്തെ പറഞ്ഞ ഖേദം പ്രകടിപ്പിക്കാം. അല്ലാതെ അവർ മാന്യമായ എല്ലാവരോടും ചോദിച്ചല്ലോ ഒളിച്ചോടാൻ. ഇനിയിപ്പോൾ ഇവനാണ് പോയതെങ്കിലും ആണാണ് ചെയ്തെങ്കിലും സമൂഹത്തിൽ നിങ്ങൾ പറയുന്നത് എത്ര തന്നെയായാലും ഈ പെണ്ണ് പോയാൽ മാത്രം അത് ഒളിച്ചോട്ടോ, ആണ് പോയാൽ അത് ധീരതയുടെ പര്യായം അല്ലേ? ആ ഒരു ലൈനാണ് ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് സൈബ്രോ. അപ്പോൾ നിങ്ങൾ അവരെ അങ്ങനെ ആക്ഷേപിക്കുന്നത് മാന്യമായ രീതിയിലാണെങ്കിൽ കൂടി ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് തന്നെയായാലും ബാക്കിയുള്ള റിപ്പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം.